എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് കിട്ടുമോ എന്നാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, വൺ സൈഡ് ലവ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നന്നായി പ്രാർത്ഥിച്ചിട്ട് കാണാം. അപ്പൊ ഇത് പേഴ്സണൽ റീഡിങ് അല്ല കേട്ടോ, ഇത് ജനറൽ റീഡിങ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാണാം, നന്നായിട്ട് നിങ്ങളുടേതായിട്ട് വരാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്ത് വേണമെങ്കിലും നോക്കാം. അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരും. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെ ചെയ്തു തരുന്നതാണ് പരിഹാരങ്ങള്. അപ്പൊ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ എന്നെ ഇതുവരെ സപ്പോർട്ട് തന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമാവുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ കുറെ പേര് വൺ സൈഡ് ലവ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ വ്യക്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഭഗവാനെ, യൂണിവേഴ്സ്, എൻ്റെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ അവർക്ക് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് 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 ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിലേക്ക് തിരിച്ചു കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് 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 കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ അവർക്ക് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന 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 വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് തിരിച്ചു കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ അവർക്ക് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ അവർക്ക് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ അവർക്ക് 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 കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളെ എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമോ? അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പൊ
നോക്കാം. എന്തായാലും ആ വ്യക്തികളെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സ്ഥലത്തൊന്നും ഒന്ന് മാറാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇപ്പൊ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറാനോ, അല്ലെങ്കിൽ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ വളരെ ഇടുങ്ങിയ സ്ഥലത്താണെന്നാണ് പറയുന്നത്. ഇനി വളരെ ഫ്രീ ആയിട്ടുള്ള ഇപ്പൊ ഉള്ള സ്ഥലത്തു നിന്നൊന്ന് മാറിക്കഴിഞ്ഞാല് വളരെ ഫ്രീഡം കിട്ടും എന്നാണ് പറയുന്നത്. ഇനി പുതിയ ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറഞ്ഞ നല്ലൊരു ആളാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെ പറഞ്ഞു. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരാളാണ്. സ്വന്തം കഴിവനുസരിച്ചോട്ടൊക്കെ കുതിച്ച് ചാടുന്ന ഒരാളാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി. ഇനിയും പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ സൂചിപ്പിക്കും. നല്ല ബുദ്ധിമാൻ, നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി. പക്ഷെ ആ വ്യക്തിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ചിലപ്പോ നിങ്ങളെപ്പോലെ വേറെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളിൽ പെട്ടിട്ട് കൺഫ്യൂഷനാണ്. ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനാണ്. ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. ചിലപ്പോ അവരുടെ വീട്ടുകാരെ ആയിരിക്കാം. അവരുടെ വീട്ടുകാർ നിങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ രണ്ട് കാര്യം ഉണ്ട് ആ കുട്ടിയുടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത്. അപ്പൊ അവർക്ക് അതിലൊരു റിസ്ക് എടുക്കണം. അപ്പൊ റിസ്ക് എടുത്താലേ നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. അതില് രണ്ട് കാര്യങ്ങളുടെ ഒന്ന് തെരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ട സമയമാണ് ഇപ്പോ. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ് ആ കുട്ടി, ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി. പിന്നെ എന്താ, നല്ലൊരു ടൈമാണ്, വരാനുള്ളൊരു ടൈമാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയണത്. ആ കുട്ടിക്ക് ആ വ്യക്തികൾക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തികളെ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ്, നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്ക് വിവാഹം കഴിക്കാനൊക്കെ സമയമുണ്ട് കേട്ടോ. സമയമായി എന്നാണ് പറയണത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വന്ന് വിവാഹം ആലോചിക്കാനോ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണ് പറയണത്. പ്രൊപ്പോസലായിട്ട് വരാ, വെഡിങ് നടത്താം. നിങ്ങളിപ്പോ ഇഷ്ടപ്പെടുന്ന ചിലപ്പോ അവർക്കറിയില്ലായിരിക്കും നിങ്ങൾ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ അവര് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അവര് നിങ്ങളെ വിളിക്കാനൊക്കെ സാധ്യതയാണ്. പിന്നെ 10 of swords ഉണ്ട്. ഇതിപ്പോ ഇനി അവര് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു കാലാണ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കായാലും അവർക്കായാലും നല്ലൊരു കാലാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ വിഷമവും ദുഃഖങ്ങളെല്ലാം തീർന്നു. ഇനി നല്ലൊരു കാലാണ് വരാൻ പോകുന്നത്. അപ്പൊ പുതിയൊരു തുടക്കാണ് നിങ്ങൾക്ക് വരാൻ പോണത്. അപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. അപ്പൊ അവര് നിങ്ങളിലേക്ക് തന്നെ വരും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവര് നിങ്ങളിലേക്ക് വരും. നിങ്ങളിപ്പോ വിഷമിച്ചോണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിനെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ കഴിയാൻ പോകുന്നു. അപ്പൊ അവര് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് ആ വ്യക്തി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ലൈഫിൽ പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോണത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇനി നിങ്ങളൊരു ന്യൂ പേഴ്സൺ ആവാനാ പോണത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു ന്യൂ പേഴ്സൺ ആവാനാണ് പോണത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കിട്ടാതെ വന്നപ്പോ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. വേവലാതി ഇല്ലാതെ ഫ്രീ ആയിരിക്കുന്ന ഒരു വ്യക്തി ആവാനാണ് പോണത്. ധാരാളം ഓപ്പർച്യൂണിറ്റീസും ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഭാഗ്യമാണ് വരാൻ പോകുന്നത്. ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ഒരു ശാന്തത. ഇപ്പൊ നിങ്ങൾ കുറെ വിഷമിച്ചിട്ട് ഇരുന്നിട്ടുണ്ടാവും. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ
നിങ്ങൾക്ക് വളരെ ശാന്തതയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ പോണെന്നാ പറയണത്. പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, പുതിയ പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി ഒരു സ്റ്റാറായി തിളങ്ങുന്നാ പറയുന്ന. പിന്നെന്താ, പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് എന്തായാലും ഇനി വളരെ സന്തോഷത്തിന്റെ നല്ലൊരു തുടക്കാണ് വരുന്നത്. സന്തോഷവും സമാധാനവും നല്ലൊരു സുഹൃത്ത് നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാ പറയണത്. അപ്പൊ നിങ്ങൾക്ക് മനോഹരമായൊരു നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷങ്ങളുടെ സമയങ്ങളാണ്. മാരേജിന് സമയമായി, കൂടിച്ചേരലിന് സമയമായി. ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് വരാനും നിങ്ങളിലേക്ക് വിവാഹം നിശ്ചയം നടത്താനോ അല്ലെങ്കിൽ വിവാഹം നടത്താനോ എല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത പറയണത്. നിങ്ങളടുത്ത് മിണ്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണു. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയണത്. പിന്നെ വന്നേക്കണം, ഇപ്പൊ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കിട്ടാത്തതുകൊണ്ട്, നിങ്ങളുടെ അടുത്ത് വരാത്തതുകൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തിനെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് പശ്ചാത്താപമുണ്ട്. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഒരുപാട് ഭയമുണ്ട്. കിട്ടുമോ എന്നുള്ള, ആ വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊക്കെ ഒരു രാത്രി കിടന്ന് ഭയങ്കര സങ്കടമാണ്, സംശയമാണ്. കിട്ടുമോ എന്നൊരു സംശയമാണ്. അങ്ങനെ നിങ്ങൾ വളരെ പ്രശ്നത്തിലൂടെയാണ്, വളരെ മാനസികമായ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നതെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും അത് നിങ്ങളിലേക്ക് തന്നെയാണ്. അത് ആ വ്യക്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങൾക്ക് തന്നെ കിട്ടും കേട്ടോ. അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഇപ്പൊ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ട, വിരസത, വിഷാദം, അങ്ങനെ ആ വ്യക്തിനെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ വ്യക്തിനെ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് വിഷമം നഷ്ടപ്പെട്ടതിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കുറ്റബോധം, ഒരുപാട് നിരാശ, അലസത, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം. പിന്നെന്താ, ഇനി നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടെന്നാണ് പറയണത്. ആ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ചോയ്സസ് ഉണ്ട്. അത് ചിലപ്പോ അവരുടെ വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ, അല്ലെങ്കിൽ ഫ്രണ്ട്സോ, അല്ലെങ്കിൽ സാമ്പത്തികമോ, അങ്ങനെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് വേറെ കണക്ഷൻ, വേറെ ചോയ്സസ് ഉണ്ട്. ചിലപ്പോ അവര് വീട്ടുകാരായിരിക്കാം കേട്ടോ. അപ്പൊ അവരെ ഇട്ടിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളൊരു പ്രയാസം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ അവർക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇത്തിരി വൈകുന്നത്. എന്തായാലും നിങ്ങളിലേക്ക് തന്നെ വരുന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കഥകൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു തീരുമാനം എടുക്കണം. അതിനുള്ളൊരു ഇപ്പൊ ഭയങ്കര ആശയക്കുഴപ്പങ്ങളാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ അടുത്ത് വരണോ, അത് മറ്റേ തേർഡ് പാർട്ടി ഒന്നാല് വേറെ ഏതെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ, വീട്ടുകാരോ, ഫാമിലിയിലുള്ളവരോ ആരെങ്കിലൊക്കെ അവരെ ഇട്ടിട്ട് വരാനുള്ളൊരു പ്രയാസം. അങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ആ വ്യക്തി. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലും വളരെ അഡിക്റ്റഡ് ആണ്. നിങ്ങൾ അങ്ങോട്ടും വളരെ അഡിക്റ്റഡ് ആണ്. നിങ്ങളിലേക്കും, നിങ്ങളുടെ അടുത്തും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി വളരെ വളരെ അഡിക്റ്റഡ് ആണ്. നല്ല സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത്, ആ വ്യക്തി സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ വരാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്നാണ് പറയണ കേട്ടോ. നിങ്ങളുടെ അടുത്ത് വിളിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി. ഇനി നിങ്ങൾക്ക് നല്ലൊരു വാർത്തയൊക്കെ കിട്ടും.
ഇപ്പൊ ഇത്തിരി പ്രയാസമുണ്ട് വരാത്തതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതൊക്കെ മാറി നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല വളർച്ച നല്ല മാറ്റമൊക്കെയാണ് വരാൻ പോകുന്നത്. കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാൻ പോണെന്ന് പറയാം കേട്ടോ. വളരെ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. അപ്പൊ നിങ്ങൾ വളരെ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, ജീവിക്കുക, നിങ്ങളുടെ മനസ്സ് പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുക. അപ്പോ എല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിനെ തന്നെ വളർത്തിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ വെറുതെയാണ് ആ വ്യക്തി നിങ്ങളും ചെറിയൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചുമ്മാ ചെറുതായിട്ട് പിണങ്ങി വഴക്കൊക്കെ ആയിട്ട് ചുമ്മാ ഇരിക്കുന്നത്. അതൊക്കെ മാറി അത് പിന്നെ തേർഡ് പാർട്ടിയും ഉണ്ട്. അങ്ങനെ ഒരു പ്രയാസത്തിലാണ് ഇരിക്കുന്നത്. അതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതാണ് പറയണത് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കുക. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എന്നെ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.